ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മത്തി സ്റ്റൂ ഉണ്ടാക്കിയാൽ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാം മത്തി ഇവിടെ എടുത്തിട്ടുണ്ട്. ചാള, സാർഡിൻസ് എന്നൊക്കെ പറയാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 തക്കാളി പഴം എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് നീളത്തിലുള്ള 1 ഇഞ്ച് കഷ്ണം, 5 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 2 തണ്ട് കരിയാപ്പില, 7 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു സവാള എടുത്താൽ മതിയാവും. പിന്നെ എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂണ് ചെറിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങയുടെ നീരിന് പകരം നിങ്ങൾക്ക് പിഴുപുളിയോ കുടംപുളിയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം മത്തി വറക്കാൻ ആവശ്യമായ ചേരുവകൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ വീതം ഇഞ്ചിപ്പൊടി, വെളുത്തുള്ളിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയുടെ 1/4 പാൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മത്തിയെല്ലാം നല്ലൊരു കഴുകി വൃത്തിയാക്കി ഇങ്ങനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതേപോലെ നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി പൊടിക്കും വെളുത്തുള്ളി പൊടിക്കും പകരം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ചേർക്കാവുന്നതാണ്. അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് നല്ല ടേസ്റ്റൊക്കെ കിട്ടും, നല്ല ഫ്ലേവറും കിട്ടും. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതിയാവും. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒരു 3/4 പരുവം ആകുമ്പോഴത്തേക്കിന് തിരിച്ചും പിരിച്ചും ഇട്ട് നല്ലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ തിരിച്ചൊക്കെ ഇടുമ്പോൾ ഈ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ മീൻ മറിഞ്ഞാൽ മതി. ഞാൻ ഈ പരുവത്തിന് നല്ലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീൻ അധികം മൂത്ത് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. നമ്മളിത് കറിയാക്കി എടുക്കുന്നതാണ്. മൂത്ത് പോയാൽ അതിൻ്റെ കളറും വ്യത്യാസമാവും, ടേസ്റ്റും വ്യത്യാസമാവും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് ഇത് നല്ലപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കുക. ഒരു 3/4 പരുവം ആകുമ്പോഴത്തേന് നമ്മൾ അത് തിരിച്ചും പിരിച്ചും ഇട്ട് വറുത്ത് കോരി നമുക്കിതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവായും കടുവും കരിയാപ്പിലയും കൂടി ഇട്ട് നല്ലൊന്ന് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഞാനത് നല്ലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം ഒരു സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് അതിൻ്റെ കളറും ഒരുപാട് ബ്രൗൺ കളറാവുന്നതിന് മുമ്പ് പച്ചമണം മാറി കിട്ടുന്നത് വരെ നല്ലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൻ്റെ കളറ് മാറും തോറും നമ്മുടെ കറിയുടെ കളറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഞാനിതേപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഒന്നുകൂടി ചെറുതായിട്ടാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുക. അതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാനതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം ഞാനതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. തക്കാളിക്കയുടെ പുളി ആവശ്യം എന്ന് തോന്നുന്നെങ്കിൽ അത് മാത്രം ഇട്ട്, തക്കാളിക്ക് നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ കൂടുതലിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി പുളി വേണ്ടതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം ഞാൻ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാനിതേപോലെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലിൽ നിന്ന് പകുതി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് നല്ലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ മീനെല്ലാം പറക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മീൻ മറക്കാൻ നേരത്തെ അതിലേക്ക് ഉപ്പ് ചേർത്തതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതെല്ലാം നല്ലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനതിലേക്ക് ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് അതുപോലെ ഒന്ന് കറക്കി വാങ്ങി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം
ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പരുവായിട്ടുണ്ട്. ഇത് നല്ലൊരു ഐറ്റമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.